കേട്ടാ സംഘികളെ കുങ്ങികളെ, കേരളത്തിന് കിട്ടാണ്ട് പോയ കാര്യത്തില് മറ്റൊന്നുകൂടി ഉണ്ടായിരുന്നല്ലോ. കേരളത്തിന്റെ ബഡ്ജറ്റില് ആശാ വർക്കർമാർക്ക് വേണ്ടി ഒരു തുക മാറ്റി വെച്ചിരുന്നു. കാരണം അത് അവരുടെ അവകാശമായതുകൊണ്ട്. പക്ഷേ കേന്ദ്രം എന്ത് നൽകി? ആശാ വർക്കർമാരുടെ ഒപ്പം നിൽക്കുമെന്ന് വാഗ്ദാനം നൽകാൻ പോയ സുരേഷ് ഗോപിജി എന്ത് നൽകി? ഫെർവേർട്ടും പ്രതിപക്ഷ നേതാവും ഒക്കെ വാഗ്ദാനങ്ങൾ നൽകുകയും സമാധാനിപ്പിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇവരെ പ്രതിനിധീകരിക്കുന്ന കോൺഗ്രസ് അംഗം ഇന്നലെ ഡൽഹിയിൽ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഏതോ കാലത്ത് അനുവദിച്ച നിസാര തുകയല്ലാതെ കേന്ദ്രം ഈ ആശാ വർക്കർമാർക്ക് വേണ്ടി എന്ത് മാങ്ങയാ ചെയ്തത്? ആമമൊട്ട വലിപ്പത്തില് 2 തേങ്ങ. BJPയുടെ കാര്യമൊന്നും പറയാതിരിക്കുന്ന തന്നെയാണ് ഭേദം. കുട്ടി നേതാക്കള് ഇങ്ങ് കേരളത്തിൽ വന്ന് പറയുന്നത് അങ്ങ് കേന്ദ്രത്തിൽ അറിയാറില്ല, മലയാളമാണല്ലോ. പിന്നെ സബ് ടൈറ്റിൽ ഇട്ട് നോക്കാന്ന് വെച്ചാല് മോദിജിക്കൊട്ട് ഇംഗ്ലീഷ് അറിയില്ല. കോൺഗ്രസിനാണെ ആകെ അറിയാവുന്നത് സമാധാനിപ്പിക്കാനും വാഗ്ദാനങ്ങൾ കൊടുക്കാനും മാത്രം. അതങ്ങനെ 2 നിർഗുണന്മാർ. പിന്നെ മാധ്യമങ്ങള്, അവർ ശ്രദ്ധിച്ചോ? കേവലം റേറ്റിംഗിന് വേണ്ടിയല്ലാതെ അവരും കേന്ദ്ര സർക്കാരിന്റെ ഇത്തരം അവഗണനകൾക്ക് നേരെ കണ്ണടയ്ക്കുകയാണ്.